ശ്രീ കെന്നഡി കരിമ്പിൻകാലയിൽ ഇതത്ര നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സാധാരണയായി പലയിടങ്ങളിലും സംസ്ഥാനത്ത് ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ പല അവസരത്തിലും ഇസ്ലാമിക് സംഘടനകൾ ഉയർത്തിക്കാട്ടിയിട്ടുള്ളതാണ്. ഇവിടെ വഖഫ് പ്രതിഷേധത്തിലാണ്. കേന്ദ്ര നിയമം, കേന്ദ്ര ഭേദഗതി കൊണ്ടുവന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകളായ സോളിഡാരിറ്റിയും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും SIO ഇവർ രണ്ടുപേരുമാണ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതും. ആ മാർച്ചിലാണ്, ആ ദൃശ്യങ്ങൾ കാണാം, ദൃശ്യങ്ങൾ പ്ലേ ചെയ്യും. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിൽ മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുകയായിരുന്നു. എന്താണ് താങ്കൾ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? മഞ്ജുഷേ, ഇത് കേരളത്തിൽ ആദ്യത്തെ പ്രാവശ്യമല്ലല്ലോ. ഇതിനു മുമ്പ് ഒരു തവണ ഇത് നടത്തിയതാണല്ലോ. അന്ന് ഇത് നടത്തിയ ആരാണ്, അല്ലെങ്കിൽ സംഘടന ഏതാണ് അത്തരത്തിൽ പ്രതിരോധം ഉയർത്തുകയാണ് ചെയ്തത്. അന്നും ഇതുപോലെ തന്നെ ലോകത്തിലെ അറിയപ്പെടുന്ന തീവ്രവാദികളുടെ ഫോട്ടോകളൊക്കെ ഉയർത്തി ലോകത്തിലെ എണ്ണപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ നേതാക്കളുടെ ഫോട്ടോകൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് നമ്മൾ കണ്ടു. അന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള സമീപനവും എടുക്കുന്ന കണ്ട് അത്ഭുതം തോന്നി എനിക്ക്. കാരണം ഞാൻ ആ ചർച്ചയിൽ ഉടനീളം മിക്ക ചാനലിലും പങ്കെടുത്തതാണ്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, അത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ? എപ്പോൾ നിരോധിച്ചു? പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തോ? അവർക്ക് ഇഷ്ടക്കാരെ അവർക്ക് നിരോധിത സംഘടനയല്ല. മഞ്ജുഷ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ നിരോധിത സംഘടനയാണെങ്കിൽ നമ്മളൊക്കെ അരിഭക്ഷണം കഴിക്കുന്നവരെ ഈ ലോകത്ത് മുഴുവൻ കഴുത്ത് കണ്ടിക്കുന്ന വർഗമല്ലേ അത്? ഈ ലോകത്ത് മുഴുവൻ അക്രമം ഒഴിച്ചുവിടുന്നവരല്ലേ? ഇസ്രയേലിന് കുട്ടികളെ കൈമാറിയപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ അരിങ്കൊല ചെയ്ത് കൈമാറിയെന്ന് വാർത്ത വന്നതിന്റെ പിറ്റേന്നാണ് അവരിലൊരു നേതാവിന്റെ ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്. അതൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഒരു സംഘടനയെ നിരോധിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഇന്ത്യ ഒരു എന്താ പറയുന്നത്, ഒരു ഡെമോക്രാറ്റിക് രാജ്യമല്ലേ. അതിൻ്റെതായിട്ടുള്ള നടപടികളുണ്ടാവും. മറ്റൊരു രാജ്യത്തെ പോലെ ഒരു രാജാവ് തീരുമാനിച്ചാലുണ്ട് നിയമമായിട്ട് പെട്ടെന്ന് വരുന്നതല്ലല്ലോ. അപ്പം അതിൻ്റെ ഒരുപാട് ഇന്റർനാഷണൽ ഡിപ്ലോമസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതികളും മറ്റു കൂടിയാലോചനകളൊക്കെ ശേഷമല്ലേ ഒരു സംഘടനകളെ നിരോധിക്കുക. ആ നിരോധിച്ചില്ല എന്നത് ഒരു ജാമ്യമായി കാണാമോ? അവരെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ലോകത്തെ തന്നെ സമാധാനത്തിന്റെ ഒരു നാടായി അറിയപ്പെടുന്ന ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് പോലും കയറ്റാൻ കൊള്ളാത്ത വർഗത്തെ ഇവിടെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നാശം ഈ നാടിന് സംഭവിക്കാനുണ്ടാവും. അപ്പൊ അന്ന് കൈകൊട്ടി കൊടുത്തില്ലേ, ഇന്ന് വരെ അതിന്റെ അപ്പുറം കാണിക്കുന്നു. ഇനിയും വരും. കഴിഞ്ഞിട്ടുണ്ടോ? 2006 ഞാൻ ഓർക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ജനനം. 2008 തഹാവൂർ റാണ, ബോംബെ ആക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ ഇന്നിപ്പോ അമേരിക്കയിൽ നിന്ന് കടത്തി ഇന്ത്യ ഗവൺമെന്റിന്റെ മിടുക്ക് കൊണ്ട് മാത്രം ആ കുറ്റവാളി ഇന്ന് ഇന്ത്യയിൽ വിചാരണ ചെയ്യപ്പെടുന്നു. അതുകൂടെ മനസ്സിലാക്കണം. ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ അഭിമാനിക്കേണ്ട നിമിഷങ്ങളിലൊന്ന്. അയാള് 2008 പലതവണ കേരളത്തിൽ വന്നു. ആരെ കാണാൻ? എന്തിന്? ഇവിടെ മുന്നണികളിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും മുന്നണികളിൽ തന്നെ ചില സമുദായങ്ങളോട് ചില പ്രത്യേക രീതിയിലുള്ള അടുപ്പം തുടങ്ങിയതും ഒരു പരിധിയിൽ കവിഞ്ഞുള്ള അടുപ്പം തുടങ്ങിയതും ആ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രാഷ്ട്രീയം. അപ്പോൾ പണവിതരണം എത്രത്തോളം നടന്നിട്ടുണ്ട്, ആ പണം ഉപയോഗിച്ചിട്ടുള്ള സ്വാധീനം എത്രത്തോളം കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളടക്കം ഇയാൾ ഇവിടെ വന്നിട്ട് ആരെയൊക്കെ കണ്ടു. അത് ചെറിയൊരു വിഷയമല്ല, വളരെ ഗൗരവമായ വിഷയമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ NIA നോട്ടമിട്ടപ്പോൾ നേതാക്കന്മാർ മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ മുഴുവൻ തൂക്കിയെടുത്തോണ്ട് പോയത്. SDPIയുടെ ദേശീയ പ്രസിഡന്റിനെയും മലയാളിയാണ് ഇപ്പം അകത്ത് കിടക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മളൊരു ബോംബിൻ കൂടിന്റെ മുകളിലാണ്.